ഞങ്ങൾ ഹത്തയ്ക്ക് ഒരു ഷോർട്ട് ട്രിപ്പ് പോവാണ്. സൺഡേ ഒക്കെ ആയിട്ട് ബോറടിച്ചിരിക്കുകയായിരുന്നു. പാപ്പൻ കുറേ നാളായി പറയണ ഹത്തേ പോവാമെന്ന്. എന്നാൽ പിന്നെ ഇന്ന് തന്നെ ആക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ദുബായിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് കേട്ടോ ഹത്തയ്ക്ക്. സിറ്റിയിലെ ബിസി ലൈഫും ഹെക്ടിക് ട്രാഫിക്കും ഒന്നും ഇല്ലാത്ത പീസ്ഫുൾ ആയിട്ടുള്ള റൈഡായിരുന്നു ഹത്ത വരെ ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ചോറുണ്ടിട്ടാണ് ഇറങ്ങിയെങ്കിലും യാത്ര കഴിഞ്ഞെത്തിയപ്പോൾ ഞങ്ങൾ ക്ഷീണിതരായി. അങ്ങനെ കയ്യിൽ കരുതിയ കാപ്പിയും ബിസ്ക്കറ്റൊക്കെ ഞങ്ങൾ കഴിച്ചു. എന്നിട്ടാണ് ഹത്തയ്ക്കുള്ള യാത്ര വീണ്ടും തുടങ്ങിയത് കേട്ടോ. നമ്മുടെ കാർ ഇവിടെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് ദുബായിയുടെ RTA ബസ്സുണ്ട്. അവിടെ നിന്ന് വേണം നമുക്ക് പിന്നെ അങ്ങോട്ട് യാത്ര ചെയ്യാൻ. ബസ്സിൽ മാത്രമല്ല, അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മളൊരു വാനിൽ കയറണം. അങ്ങനെ വാനിൽ യാത്രയൊക്കെ ചെയ്ത് ലാസ്റ്റ് നമ്മൾ ഹത്ത ഡാമിലേക്ക് എത്തിക്കാണ്. ഡാമിൽ വെള്ളത്തിൻ്റെ കളർ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ഒരു ടർക്കോയിസ് ബ്ലൂ കളറിലൊക്കെ ഉള്ള ഒരു വെള്ളമായിരുന്നു, നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നത്. നമ്മൾ എത്തിയപ്പോൾ സൂര്യനൊക്കെ ഏകദേശം അസ്തമിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ലൈറ്റ് ഭയങ്കരമായിട്ട് കുറവായിരുന്നു. ഹത്ത ഡാമിൻ്റെ ഭംഗി അങ്ങോട്ട് കറക്റ്റ് ആസ്വദിക്കാൻ അങ്ങോട്ട് പറ്റിയില്ല. പിന്നെ ഞങ്ങളിപ്പോൾ നടന്നു പോകുന്നത് ഹത്ത ഡാമിൻ്റെ താഴത്തെ ഭാഗത്തേക്കാണ് കേട്ടോ. താഴത്തെ ഭാഗത്താണ് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിന് ടിക്കറ്റ് നമ്മളിത് ഈ മേലെ നിന്നുള്ള സ്റ്റേഷനിൽ നിന്ന് എടുക്കണം. സ്റ്റേഷനിൽ എടുത്തിട്ട് വേണം താഴെ പോകാനായിട്ട്. താഴെ നമ്മൾ ആ ഏരിയയ്ക്ക് കിടക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ടിക്കറ്റ് വേണം. നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് ആ ഒരു ഏരിയയ്ക്ക് കിടക്കാൻ പറ്റിയില്ല. നമ്മൾ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല. വീക്കെൻഡ്സിലൊക്കെ ഫ്രണ്ട്സും ഫാമിലിയുടെ കൂടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഹത്ത. ഇവിടെ പാർക്കിംഗ് ഫീസോ എൻട്രി ഫീസോ ഒന്നും ഇല്ല കേട്ടോ. ആകെ വാട്ടർ ആക്ടിവിറ്റീസിന് മാത്രമേ ഇവിടെ ചാർജ് ചെയ്യുന്നുള്ളൂ. ലാസ്റ്റ് ആയിട്ട് ഒരു ചിക്കൻ ടിക്കയും കൂടി കഴിച്ച് വയറ് നിറച്ച് ഞങ്ങൾ ഹത്തയ്ക്ക് ബായ് പറഞ്ഞു.